ഏത്തപ്പഴവും മുട്ടയുണ്ടെങ്കിൽ നിസ്സാര സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 2 സ്നാക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്തെ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കി ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ ഞാൻ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് പോർഷനൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ തണുത്തതിന് ശേഷം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ചൂടോടുകൂടി മിക്സിയിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഇനി ജസ്റ്റ് ഒന്ന് 2-3 ക്രഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആയി കിട്ടും. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. എങ്കിലേ ഇത് നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ പാത്രത്തിലൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെക്കാനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യോ എണ്ണയോ ഒക്കെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങ നമുക്ക് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. തേങ്ങയിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 ഏലക്കായ കൂടി പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങുന്നത് വരെ നമുക്കിതുപോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അത്യാവശ്യം ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിന്റെ വശങ്ങളിലേക്കായിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മധ്യത്തിലായിട്ട് അല്പം സ്പേസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗത്ത് നമുക്കൊരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ നെയ്യോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ ഒരു മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഒരു മുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 2ാമത്തെ മുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്കിത് മൊത്തത്തിലങ്ങ് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ എത്ര എണ്ണമാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂടുതലായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു തേങ്ങ മുട്ട മിശ്രിതം നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം കേട്ടോ. ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് സോട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ മുട്ടയൊക്കെ ചിക്കി എടുക്കുമ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാറില്ലേ, അതുപോലെ തന്നെ ഇതും ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും മധുരമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മധുരം കറക്റ്റ് ബാലൻസ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഈ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഏത്തപ്പഴം ഉടച്ചതുണ്ടല്ലോ, അത് നമുക്ക് പോർഷൻസ് ആയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് എത്ര ഉരുളകൾ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ഉരുളയായിട്ടാണ് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഓരോ ഉരുള വീതം കയ്യിലെടുത്ത് നെയ്യോ എണ്ണയോ പുരട്ടിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തങ്ങ് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഏത്തപ്പഴത്തിൻ്റെ ബോൾസ് നന്നായിട്ട് വലിപ്പത്തിന് തന്നെ പരത്തിയെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഓപ്പൺ ആയിട്ടിരിക്കുന്ന 2 ഭാഗവും തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലോട്ട് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ഈ ഒരു 4 ബോൾസും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു 4 ബോൾസും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതിയെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെയിം കടായിലേക്ക് തന്നെ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരല്പം നെയ്യ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു വശം നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഏത്തപ്പഴവും മുട്ടയൊക്കെ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഏത്തപ്പഴത്തിനുള്ളിൽ നമുക്ക് ചിക്കനും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു സ്നാക്ക് ഐറ്റം എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്.
ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. വളരെ ഈസി ആയിട്ട് മൈദയൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ കായ്പോള റെസിപ്പിയാണ് ഇത്. ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഹെൽത്തി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഏത്തപ്പഴവും 4 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം ഞാനിവിടെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിയിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കിയ ശേഷം അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ, എങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതേ നെയ്യിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഏത്തപ്പഴം നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം പെട്ടെന്ന് തന്നെ നന്നായിട്ടങ്ങ് സോഫ്റ്റ് ആയിട്ട് വരും. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെറും 1-2 മിനിറ്റൊക്കെ തന്നെ ഇങ്ങനൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഏത്തപ്പഴത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രത്തിലോട്ടൊന്ന് മാറ്റിയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്ന സമയം ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ സോസ് പാൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സോസ് പാൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കാം. നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെയായിരിക്കണം എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവ അടിയിൽ വെച്ച് കൊടുക്കണം. ദോശക്കല്ല് പോലെ നല്ല ചുവട് കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം അതിന് മുകളിലായി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് നിരത്തി കൊടുക്കാം. ശേഷം ഒട്ടും തന്നെ എയർ കടക്കാത്ത രീതിയിലുള്ള ഒരു മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. നമ്മൾ എടുക്കുന്ന പാത്രം അനുസരിച്ചിട്ടാണ് ഇതിന്റെ കുക്കിംഗ് ടൈം. എനിക്കൊരു 25 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.